ഗായ്സ്, 1.5 മാസത്തെ എൻ്റെ വെക്കേഷൻ ഞൊടിക്കുന്നതിന് മുമ്പിട്ട് ടപ്പെന്ന് പറഞ്ഞങ്ങ് തീർന്നു. പക്ഷേ ടൈം ആകുമ്പോൾ പോയാൽ പറ്റത്തുള്ളൂ എന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പിട്ട് പാക്കിംഗ് ഒക്കെ വളരെ ഷടപടേന്ന് 2 ദിവസം മുമ്പേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എപ്പോൾ വിളിക്കുന്നു അപ്പോൾ പോകാൻ ഞാൻ റെഡി ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ തിരിച്ചു പോകുമ്പം എപ്പോഴത്തെയും പോലെ നമുക്ക് അതിനുള്ളൊരു എനർജിയും താല്പര്യവും ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ ഫുള്ള് എൻ്റെ ചോടിക്ക് എന്തെങ്കിലും മനസ്സിൽ തോന്നിയിട്ട് ഒരു മാസം കൂടെ നീട്ടി തന്നിരുന്നെങ്കിൽ എന്ന് നടക്കാത്ത ആഗ്രഹവുമായിട്ടാണ് ഞാനിത് പാക്ക് ചെയ്തുകൊണ്ടിരുന്നത് പോലും. ഞാനിങ്ങനെ ഇടയ്ക്ക് 6 മാസം കൂടുമ്പോൾ 1 മാസം വന്ന് നിന്നിട്ട് തിരിച്ചിതുപോലെ പാക്ക് ചെയ്ത് പോകുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ പ്രവാസികളെ കുറിച്ചാണ് കേട്ടോ. കുറേ നാൾ ഗൾഫിലൊക്കെ നിന്നിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഞാൻ പണ്ട് സ്ഥിരം കാണുന്നത് എൻ്റെ അത്ത വീട്ടിലിങ്ങനെ ആയിരുന്നു. 2 കൊല്ലം നിൽക്കും, കുറച്ച് നാൾ വീട്ടിൽ വരും, തിരിച്ചിതുപോലെ പെറ്റി പാക്ക് ചെയ്ത് പോകും. ആ വിഷമം നമുക്കിപ്പോഴാണ് മനസ്സിലാവുന്നത്. എൻ്റെ വീട്ടിൽ നിൽക്കാൻ എനിക്ക് ഇത്രയും താല്പര്യമുണ്ടെന്ന് എനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ലായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, നമുക്ക് തിരിച്ചു പോയാലേ പറ്റത്തുള്ളൂ. അങ്ങനെ അത് പെട്ടി പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. ഈ പെട്ടിക്കകത്ത് ഇത്രയും സാധനങ്ങൾ കുത്തി നിറച്ച് വെക്കാൻ ഞാൻ പെട്ട കുറേ പാടുണ്ടായിരുന്നു. അങ്ങനെ ആ പെട്ടി ഓരോരുത്തർ ഒതുക്കി വെച്ചപ്പോഴത്തേക്കും ദാ വരുന്നു അടുത്ത ബാഗ്. ഇനി ഇതാര് പാക്ക് ചെയ്യണം? ഞാൻ തന്നെ പാക്ക് ചെയ്യണം. അങ്ങനെ പാക്കിംഗ് ഒക്കെ ഏതാണ്ട് ഒതുക്കിയതിന് ശേഷം ഞാൻ പിന്നെ അച്ചാറിടുന്ന ചടങ്ങിലേക്ക് കിടന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഹോസ്റ്റലേഴ്സ് തിരിച്ചു പോകുമ്പോൾ ഒരു ആചാരമാണല്ലോ അച്ചാർ കൊണ്ടുപോകാന്നുള്ളത്. ഞാനിപ്പോൾ വൈകുന്നേരം പോകാൻ പോവാണ്. എൻ്റെ ട്രെയിനിന് ഒരു 8:30 ആകുമ്പോഴാണ്. സോ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ പോവാണ്. അപ്പോൾ ബൈ. ഇതെൻ്റെ വെക്കേഷൻ ആയിട്ട് എൻ്റെ വീട്ടിലെ ലാസ്റ്റ് ദിവസമാണ്. കുറച്ച് ഇമോഷണലാണ് എങ്കിലും അപ്പോൾ ബൈ ഗൈസ്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ബസ് സ്റ്റാൻഡിലേക്കാണ് പോയത്. അവിടെ നമ്മളൊരു ബസ് എടുത്ത് നേരെ ചെങ്ങന്നൂരിന്നാണ് കേട്ടോ പോയത്. അവിടെ നിന്നായിരുന്നു എനിക്ക് ട്രെയിൻ ഉണ്ടായിരുന്നത്. ബസ്സിൽ കയറിയിട്ട് പെട്ടിയും ബാഗൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഫ്രണ്ട് സീറ്റിലായിട്ടോ ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. കാരണം അവിടെ ആയിരുന്നല്ലോ അതിനോടൊരു സ്പേസ് ഉണ്ടാവുക. ബാക്കിലോട്ടൊക്കെ പോയാൽ പിന്നെ അതൊക്കെ വെച്ചിട്ടിരിക്കുകയെന്ന് വെച്ചാൽ വളരെ വലിയൊരു ടാസ്ക്കാണ്. അങ്ങനെ ഞാൻ അങ്ങനെ പോയി സന്ധ്യയായി, രാത്രിയായി, ഒരു 7:30 ആയപ്പോഴത്തേക്കും ഞാൻ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ രാത്രി ഒറ്റയ്ക്കൊക്കെ ബസ്സിൽ പോകുന്നത്. പക്ഷേ അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ട് ഞാൻ ചേച്ചി വരാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേർക്കും ഒരേ സ്റ്റേഷൻ എടുപ്പമായതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ലേറ്റ് ആയിരുന്നെങ്കിലും വന്നപ്പോഴത്തേക്കും സീറ്റൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് കയറി സീറ്റൊക്കെ പിടിച്ചു. ഇതാണ് ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും വേറെ 2 പേരോട് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടാണ് വിശാഖപട്ടണത്തേക്കുള്ള യാത്രയുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ കിടന്ന് ഉറങ്ങിയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് രാവിലെ എന്ന് പറയാൻ പറ്റത്തില്ല, ഏകദേശം ഒരു 11:30 ആയപ്പോഴാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. അതെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഉറക്കം കഴിഞ്ഞിട്ട് ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ ബിസ്ക്കറ്റൊക്കെ കഴിച്ചു തുടങ്ങിയത്. അപ്പോഴത്തേക്കും നമ്മളൊരു വട്ടയപ്പൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം കൂടെ പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ എണീറ്റ് വന്നത്. അപ്പോഴത്തേക്കും ഞാൻ താഴെ ഇരുന്നപ്പോൾ ഏതോ ഒരു സ്റ്റേഷൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഏത് സ്റ്റേഷനാണെന്ന് കൂടി എനിക്കറിയാൻ പാടില്ല. അപ്പോൾ അവിടുന്ന് ഞാനൊരു കോഫി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 5 മണി 5:30 അങ്ങനെ അതും കഴിഞ്ഞ് കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ പോയി. പക്ഷേ എനിക്ക് ഈ ഒരു വ്യൂ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പുള്ളിക്കാരി എണീറ്റപ്പോഴത്തേക്കും ഞാനൊരു കോഫി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ചിലർക്ക് ഉറക്കമാണ്. ഞങ്ങളങ്ങനെ കോഫിയൊക്കെ കഴിച്ച് സന്ധ്യയായപ്പോൾ ഒരു കുമ്പളപ്പൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 8 മണി 8:30 ആയപ്പോഴത്തേക്കും ഞങ്ങളൊരു കേക്കും കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് മൈക്കിളേട്ടൻ്റെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഉറക്കം സംഭവം അടിപൊളിയായിട്ടുണ്ട്. എപ്പോഴാണ് സ്റ്റേഷൻ എത്തുന്നതെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ദേവ് ചേച്ചി. അടുത്തൊരാൾ അവിടെ ശവം കിടക്കുന്ന പോലെ കിടക്കുന്നുമുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 11:15 ആയപ്പോഴത്തേക്കും ഞങ്ങൾ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ബാഗൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം സ്റ്റേഷൻ എത്തി ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി താഴത്തോട്ട് പോവുകയാണ്. ഞങ്ങൾ താഴെ പോയപ്പോൾ തൊട്ട് ഒരു ഡ്രൈവർകാരൻ ഞങ്ങളുടെ അടുത്തുനിന്ന് മാറിയിട്ടില്ല. പുള്ളിക്ക് ഞങ്ങളുടെ ഓട്ടം വേണം എന്ന് പറഞ്ഞിട്ട് അവസാനം ഞങ്ങൾ അയാൾക്ക് കൊടുക്കേണ്ടി വന്നുവെങ്കിലും അവസാനം അത് പെട്ടുപോയി ഗൈസ്. അയാൾ ഞങ്ങൾ എവിടെയോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ കയറി നമ്മൾ നേരെ കോളേജിലേക്കാണ് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടാണ് പോയിട്ട്. അങ്ങനെ ഒരു 3/4 മണിക്കൂർ വണ്ടി ഇരുന്നതിന് ശേഷം നമ്മുടെ ലഗേജെല്ലാം നമ്മൾ വലിച്ചെടുത്ത് 2-3 നിലയൊക്കെ കയറി ഹോസ്റ്റലിൽ എത്തിയപ്പോഴത്തേക്കും ഒരു പരിവായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ലാസ്റ്റ് അങ്ങനെ മുറിയിലെത്തി സാധനമൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.